ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ വെക്കേഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. കുറച്ച് നാൾ ലീവൊക്കെ ആയിട്ട് നാട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം കുറച്ച് ബ്ലൗസുകൾ ഞാൻ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിരുന്നൊരു 6-7 ബ്ലൗസുകൾ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ധൃതിപ്പെട്ട് പണി ചെയ്യുക, അത്യാവശ്യമായിട്ട് പണി ചെയ്യുമ്പോൾ കുറച്ച് പണികളൊക്കെ നമുക്ക് വെക്കേഷന് കിട്ടി. മെഷീൻ കുറേ പണിമുടക്കുകൾ നടത്തി. അതിൽ നിന്നൊക്കെ ഒരുവിധം നമ്മൾ പെട്ടെന്ന് തന്നെ ഊരിപ്പോന്നു. നമ്മുടെ തുണികളൊക്കെ കട്ട് ചെയ്തത് ഇതൊരു ബ്ലൗസാണ് കേട്ടോ. ഒരു ആറ് ബ്ലൗസുകളോളം നമുക്ക് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കൂടുതലും ഇപ്പോൾ ബ്ലൗസുകളാണ് ഈ ടൈമിൽ കിട്ടിയിരുന്നത്. പിന്നെ നമുക്കിനിപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് യൂണിഫോമുകൾ കിട്ടും കുറച്ച്. അധികം ഞാനിപ്പോൾ വർക്ക് എടുക്കാറില്ല, കാരണം ടൈമിന് തീർത്തു കൊടുക്കാൻ പറ്റില്ല, സമയം കിട്ടുന്നില്ല. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുണ്ട്, കുറേ നേരമൊന്നും ഇപ്പോൾ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ വർക്കുകൾ കുറച്ചാണ് എടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് കട്ടാണ്, നമ്മളൊരു ക്രോസ് കട്ട് ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ലൈനിൽ ഓരോ പാർട്ടായിട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ സ്കൂളിലെ തന്നെ ടീച്ചർക്കുള്ളതാണ്, അവിടെ സ്കൂളിലെ ടീച്ചർക്കുള്ളതാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ബ്ലൗസുകൾ മിക്കവാറും ഇപ്പോൾ ഞാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ എന്താ ഇതെന്ന് പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ടോപ്പ്, ജീൻസിനൊപ്പം ഇടാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് ബാലൻസ് വന്നൊരു മെറ്റീരിയൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഓണം ടൈമിലൊക്കെ എടുത്ത് വെച്ചൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൽ ബാലൻസ് വന്നത് ഞാൻ എൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൈയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് കാണാനില്ല. അങ്ങനെ ഞാൻ ചേച്ചിയുടെ മകൾ വൈക വന്ന് നിൽപ്പുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തു. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ കട്ട് ചെയ്തു മാറ്റി വെച്ചിട്ടാണ് മക്കളെ 8ൻ്റെ പണി കിട്ടിയത്. ഒക്കെ കട്ട് ചെയ്ത് ലെങ്തും കുറച്ച് വണ്ണവും കുറച്ചും ഒക്കെ ചെയ്ത് അവളുടെ അളവിന് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ ഇതാ കിടക്കണു എൻ്റെ കൈയുടെ പീസ്. എന്ത് ചെയ്യാനാ, ഒരു രക്ഷയില്ല. സങ്കടം മനസ്സിലങ്ങ് ഒതുക്കി വെച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ആ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മുടെ സിബക്കുട്ടി ഓർഡർ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അടുത്ത ഒരു വളരെ വിലക്കുറവിൽ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. നല്ല വിലയും വലിയ കുഴപ്പമില്ല, 200 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. തുണിയുടെ ക്വാളിറ്റിയിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഡ്രസ്സാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. പക്ഷെ വന്നപ്പോൾ ലെങ്ത് നല്ല രീതിയിൽ കൂടുതലാണ്. പാൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജീൻസ്, അതും വലുതാണ്, നല്ല ലെങ്തിയാണ്, വലുതാണ്. നല്ല സൈസ് കൂടുതലാണ് അവളെക്കാട്ടിലും. പക്ഷേ അതൊന്ന് വീഡിയോ എടുക്കാനായിട്ട് നടക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അവൾക്ക് നാണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വെട്ടിക്കുറച്ചു. അതിന് ശേഷമുള്ളൊരു ലുക്കാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആ ടോപ്പ് വരുന്നത്. നല്ല രസമുണ്ട്. നല്ല ഇച്ചിരി കൂടെ സൈസൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു 200 സംതിങ് രൂപ, 280 260 അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കേ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാതെ ബൈ.